ഡോക്യുമെൻറ്റേഷൻ നടക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ വളരെയധികം റിപ്പീറ്റേഷൻ ആവശ്യമായി വരുന്ന ഘട്ടങ്ങൾ നമുക്കുണ്ടാവാം. ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഒരു ചേഞ്ച് കേസ് നടത്തിയെന്ന് കരുതുക. ചിലയിടങ്ങളിലെല്ലാം അതുപോലെ ചേഞ്ച് കേസ് ആവശ്യമായി വരുന്നുണ്ട് എന്നും കരുതുക. ഫോർ എക്സാമ്പിൾ, ചില വാക്കുകളെ നമുക്ക് വലുതാക്കുകയോ ചില വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ചെറുതാക്കുകയോ വലുതാക്കുകയോ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരാം. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ഉപകാരമുള്ള ഒരു കീ ആണ് F4 ഫംഗ്ഷൻ കീ ആണിത്. F4 ഫംഗ്ഷൻ കീയുടെ F4 ഇതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ. ഈ ലാസ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുവിധം ആക്ഷൻസ് എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ മിക്കവാറും ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷനെ, അവസാനമായി ചെയ്ത ആക്ഷനെ നമുക്ക് F4 ഉപയോഗിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. മറ്റൊരു കീ കോമ്പിനേഷനാണ് ഇതിനുപയോഗിക്കുന്നത്. Ctrl+Y ഉപയോഗിച്ചുകൊണ്ടും ഇത് നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൂടുതൽ ഉപകാരമുള്ളത് F4 ആണ്. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക, കളർ മാറ്റുക, അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും ചില റിപ്പീറ്റേഷനുകളെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരാം. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് F4 ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഈ ഗാലറി എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം വലുതാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഷിഫ്റ്റ് F3 പ്രസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഷിഫ്റ്റ് F3 പ്രസ് ചെയ്യുന്നു. സോ ദാറ്റ് ഗാലറീസ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം വലുതായി. ഇനി നമുക്ക് ചില ഇടത്തെല്ലാം ഇതുപോലെ ആദ്യത്തെ അക്ഷരം വലുതാക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം F4 പ്രസ് ചെയ്യുക. കണ്ടോ, അവിടെ H പ്രസ് ചെയ്തു, ഞാനിവിടെ വെച്ചു F4 പ്രസ് ചെയ്തു. അപ്പോൾ F4 പ്രസ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് വളരെ വിദഗ്ധമായിട്ട് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പലരും ഇത് ചെയ്യുന്നത് എന്താ ചെയ്യണമെങ്കിൽ ആദ്യത്തെ അക്ഷരം സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പിടിച്ചുകൊണ്ട് ഒരു പുതിയ അക്ഷരം അടിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ അക്ഷരം അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളുടെ ഈ ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സംഗതി. ഇതുപോലെ തന്നെ സ്പെല്ലിംഗ് ചെക്കിന് ആവശ്യമായിട്ടുള്ള രീതിയും നോക്കാം. ഉദാഹരണമായിട്ട് ഞാനിവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗത്ത് അതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫൂട്ടേഴ്സ് എന്നാണ്, ഇത് ഡയറക്റ്റ്ലി, ഇത് ഗാലറി ആൻഡ് ദിസ് അവൈലബിൾ. ഇതെല്ലാം ഓരോ അക്ഷരങ്ങൾ 1-2 അക്ഷരങ്ങൾ വിട്ട് കളഞ്ഞുകൊണ്ട് അവയെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരിടത്ത് സ്പെല്ലിംഗ് ചെക്ക് കൊടുക്കുന്നു. അതിനായിട്ട് ഞാനിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി, നമുക്കിവിടെ സ്പെല്ലിംഗ് ചെക്ക് കിട്ടി. ഇനി നമ്മൾ റിപ്പീറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള F4 പ്രസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ഭാഗത്തെത്തി. വീണ്ടും F4 പ്രസ് ചെയ്തു, അടുത്തടുത്തെത്തി, വീണ്ടും F4 പ്രസ് ചെയ്തു, അടുത്തടുത്തെത്തി. കണ്ടില്ലേ, നമുക്ക് എവിടെയൊക്കെയാണോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് അവിടെയെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുകയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഓപ്ഷൻ സ്വീകരിക്കുമ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിലൂടെ സാധ്യമായത് വളരെ പെട്ടെന്ന് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ സംഗതി തീർക്കുകയാണ് ഉണ്ടായത്. പലരും ഇത് ചെയ്യുന്നത് F7 പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നായിട്ടാണ് ചെയ്യുന്നത്. അതും ചെയ്യാം, പക്ഷേ കുറേ കൂടി സ്പീഡായിട്ട് ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ഷന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് F4 പ്രസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. അതേ കീ തന്നെ Ctrl+Y നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും.